ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ നോക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കുറച്ച് വീഡിയോ മൂവി ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന മൊബൈലിൽ ഒരു സിനിമാറ്റിക് മോഡിൽ എങ്ങനെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ചെറിയ കുറച്ച് ടിപ്സുകൾ, എനിക്കറിയാവുന്ന ചെറിയ കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ പേരും ചലിക്കാത്ത വസ്തുക്കളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രകൃതിയെയാണ് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം. അങ്ങനെ ചലിക്കാത്ത വസ്തുക്കളാണ് പ്രകൃതി, പൂന്തോട്ടം. ഇത്തരത്തിലുള്ള നമ്മൾ ചിത്രീകരിക്കുന്ന ഇതൊന്നും ചലിക്കാത്ത ഒരു സ്ഥലത്ത് അങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ്. അപ്പൊ അത്തരം നിശ്ചലമായി നിൽക്കുന്ന വസ്തുക്കളെ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റിൽ ഫോട്ടോ മാതിരിയാണ് നമുക്ക് സാധാരണ അനുഭവപ്പെടുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ നമുക്കൊരു സിനിമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ മതി. വളരെ നോർമലായിട്ട് ചലിക്കാത്ത വസ്തുക്കൾ എന്തിനെയാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുക, അതിലെ ഫോക്കസും എക്സ്പ്ലോസറും ലോക്ക് ചെയ്യുക. കാരണം നമ്മൾ എക്സ്പ്ലോസർ ലോക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ ലൈറ്റ് പല രീതിയിൽ കാണാം. അപ്പൊ അത് കറക്റ്റ് ലൈറ്റിൽ നിർത്തിയിട്ട് ലോക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ചലിക്കാത്ത വസ്തുക്കളെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾ പതുക്കെ ഇതുപോലെ ചലിക്കാത്ത വസ്തുവിന്റെ അടുത്തേക്ക് ഒരു 5-10 സെക്കൻഡ്, 5 സെക്കൻഡ് മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ നിരവധി ഷോട്ടുകൾ നമുക്ക് എടുക്കാം. അത് മുന്നിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് വലത്തോട്ടോ, വലത്തു നിന്ന് ഇടത്തോട്ടോ, മുകളിൽ നിന്ന് ചുവട്ടിലേക്കോ, ചുവട്ടിൽ നിന്ന് മുകളിലേക്കോ ആകാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചലിക്കാത്ത വസ്തുക്കളെ നമ്മുടെ മൊബൈൽ ചലിപ്പിച്ചിട്ട് ഒരു സിനിമാറ്റിക് മോഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി അഥവാ നിങ്ങൾ ഉദിക്കുന്ന വസ്തുക്കളെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സിറ്റിയിൽ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു, വളരെ സ്ലോയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡിലോ ഒക്കെ നടന്നു പോയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവരുടെ നടത്തത്തിന്റെ സ്പീഡും സ്ലോയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൊബൈൽ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ലെവലിൽ, ഒന്നുകിൽ ക്ലോസപ്പിൽ അല്ലെങ്കിൽ വൈഡ് ആംഗിളിൽ, അങ്ങനെ ഒരു 2-3 ഭാഗത്തായിട്ട് നിങ്ങൾ നിലകൊണ്ടിട്ട് ഒരു 4-5 ഷോട്ട് എടുക്കുക. അത് ചലിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചലനം അതിലേക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്റ്റില്ലായിട്ട് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ചലിക്കാത്ത വസ്തുക്കളെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ചെറിയ മൂവിങ്, അപ്പൊ അത്തരത്തിലുള്ള 2-3 മൂവിങ് മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ചലിക്കാത്ത കുറച്ച് വസ്തുക്കളെയാണ് ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ മെയിനായിട്ടുള്ള എടുത്തിട്ടുള്ള മൂവിങ് ഇതാണ്. വളരെ പതുക്കെ വസ്തുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു 5 സെക്കൻഡ് കൊണ്ടുപോകും. അടുത്ത വസ്തുവിന്റെ അടുത്തേക്ക് ഒന്നുകിൽ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് അല്ലെങ്കിൽ മുകളിൽ നിന്ന്. ഇപ്പൊ ഒരു മരത്തിനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ മരത്തിന്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് നിങ്ങൾ ക്യാമറ കൊണ്ടുപോയിട്ട് താഴെ തട്ടിലേക്ക് മെല്ലെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ മരത്തിന്റെ ഏറ്റവും അടിയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മേലോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു സിനിമാറ്റിക് മോഡിലേക്ക് കൊണ്ടുവരാം. കാണുന്നവർക്ക് അത് വളരെ ഇഷ്ടപ്പെടും. അത്തരത്തിലുള്ള കുറച്ച് മൂവിങ് ടിപ്സുകളാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ.